നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീശയും താടിയും വളരെ തിക്കായിട്ട് വളരാനും അതിൻ്റെ കൊഴിച്ചിൽ നിൽക്കാനും ഗ്യാപ്പുള്ള ആൾക്കാർക്ക് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നല്ല കട്ടിയായിട്ട് മീശയും താടിയും വളരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും എണ്ണകളും ഭക്ഷണ പദാർത്ഥങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് കരിഞ്ജീരകം ഓയിൽ ഉപയോഗിക്കുക. അത് പ്രത്യേകിച്ച് മീശയും താടിയും കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ എന്തെങ്കിലും, അതായത് വെളിച്ചെണ്ണയുടെ കൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് 2-3 ഡ്രോപ്സേ കരിഞ്ജീരകം ഓയിൽ എടുക്കാവുള്ളൂ. ബാക്കി വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടി വെച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ നല്ലൊരു ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയാവുന്നതാണ്. ആവണക്കെണ്ണയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 തുള്ളി ആവണക്കെണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടും പുരട്ടാം. പുരുക്കത്തേലും താടിയിലും മീശയിലും ഒക്കെ ഉപയോഗിക്കാം. റോസ്മേരി ഓയിലും താടിക്കും മീശയ്ക്കും കട്ടി വളരാം. അത് ഗ്യാപ്പായിട്ട് വളരുന്നുണ്ടെങ്കിൽ റോസ്മേരി ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതും എന്തെങ്കിലും ഒരു ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. പിന്നെ ആയുർവേദത്തിൽ മാലത്യാദി കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഓയിലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വട്ടത്തിലൊക്കെ ഇങ്ങനെ താടി പല സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാലത്യാദി കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം തുടച്ച് കളയോ കഴുകുകയോ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടാണ്, പെട്ടെന്ന് വരുന്നതാണ്. ഇനി ചെമ്പരത്യാദി കോക്കനട്ട് ഓയിലും താടിയിലും മീശയിലും ഉപയോഗിക്കാവുന്നതാണ് അത് വളരാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇതൊക്കെ അത്ര വലിയ റേറ്റ് ഉള്ളതല്ല. നമ്മളിപ്പം നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഷോപ്പിംഗ് സൈറ്റുകളിൽ നോക്കുവാണെങ്കിൽ ഈ ബിയേർഡോ ഓയിൽ അല്ലെങ്കിൽ ഈ താടിയിലോ മീശയിലോ പരട്ടുന്ന ഓയിലൊക്കെ ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ കൂടുതൽ പൈസയുള്ള ഓയിൽ. പക്ഷേ ശരിക്കും ഇങ്ങനത്തെ നാച്ചുറൽ റെമഡീസ് ചെയ്താൽ തന്നെ മതി. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് ആ എണ്ണകളും. തീർച്ചയായിട്ടും നിങ്ങൾ എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കൂടെ നോക്കണം. നട്ട്സ് തീർച്ചയായിട്ടും കഴിക്കണം. അതിൽ ബദാമും വാൾനട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അവക്കാഡോ ഫ്രൂട്ട് കഴിക്കണം. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ വളരെ നല്ലതാണ്. സൺഫ്ലവർ സീഡ് നല്ലതാണ്. താടിയും മീശയും വളരാൻ എല്ലാ ബെറീസും നല്ലതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടുന്നുണ്ടോ ആ ബെറീസൊക്കെ നല്ലതാണ്. നമുക്കിപ്പം കേരളത്തിലാണെങ്കിൽ സ്ട്രോബെറി, ബ്ലൂബെറി, മൾബെറി അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. വിദേശത്താണ് നിങ്ങൾ റിസൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ബെറീസും നല്ല ഫ്രഷ് ക്വാളിറ്റിയിൽ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വിറ്റമിൻ B7, ബയോട്ടിൻ അഥവാ ബയോട്ടിൻ എന്നുള്ളതും വൈറ്റമിൻ D, അതുപോലെ വൈറ്റമിൻ A, വൈറ്റമിൻ E, വൈറ്റമിൻ B കോംപ്ലക്സ് ഇവയാണ് പ്രധാനമായിട്ടും ഈ താടി മീശ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. എഗ്ഗ്, ഒരു മുട്ട തീർച്ചയായിട്ടും ഡെയിലി കഴിക്കുക. അതുപോലെ തന്നെ നെയ്യുള്ള മീനുകളും കൂടുതലായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മീനെന്ന ഗുളിക കഴിക്കുന്നതും നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ളിലോട്ട് ശ്രദ്ധിച്ച് ഞാൻ മേൽപ്പറഞ്ഞ ഓയിലും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താടിയിൽ തിക്നെസ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, ഗ്യാപ്പ് വരുന്ന അവസ്ഥ, താടി മീശ പുരുകത്തിന് എല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.